ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3-4 ദിവസം മുന്നേ എടുത്ത ഒരു ബ്ലോഗാണ് കേട്ടോ. ഇപ്പോഴാണ് വോയിസ് ഓവർ കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നല്ല പല്ലുവേദന ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് അധികം കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് കൽപ്പറ്റ കൈനാട്ടി ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കൂടാതെ മൂക്കും ചെറിയ മോണപ്പഴുപ്പൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവളെയും കാണിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ സാധാരണ ഞാൻ നേരത്തെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്ന ദിവസങ്ങളിൽ നേന്ത്രപ്പഴയും മുട്ടും പുഴുങ്ങാറാണ് പതിവ്. അപ്പോൾ ഇന്നലത്തെ സാമ്പാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കുക, അതാകുമ്പോൾ എളുപ്പമാണല്ലോ. അങ്ങനെ അതാ സാമ്പാറൊക്കെ ചൂടാക്കി മാറ്റി ഗോതമ്പിൻ്റെ ദോശ ഇതാ ചൂടുകയാണ് കേട്ടോ. മൂക്കിലെ പാലും കൂട്ടത്തിൽ തിളപ്പിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 കുപ്പി വെള്ളം ഞാൻ തിളപ്പിച്ച് വെക്കുന്നുണ്ട്. അത് വേഗം കുപ്പിയിലേക്കാക്കി മാറ്റിട്ടോ. എന്നിട്ടത് ആ ചെറിയ രീതിയിൽ വെളിച്ചമൊക്കെ വന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ മക്കളെ വിളിച്ചേ പല്ല് തേക്കാൻ വേണ്ടിയിട്ട്. അവരുടെ അടുത്ത് വേഗം പല്ല് തേച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി പറഞ്ഞു. അതാകുമ്പോൾ എനിക്ക് വേഗം വീട്ടിലത്തെ പണിയൊക്കെ തീർത്തിട്ട് പോവാം. എവിടേക്കെങ്കിലും പോകുമ്പോൾ വേഗം പണികളൊക്കെ തീർത്തിട്ടില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനക്കേടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം നേരത്തെ എണീക്കും. 7:30 ആകുമ്പോഴേക്കും പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴേക്കും വേഗം പണികളൊക്കെ തീർക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണികളൊന്നും തീരില്ല. അപ്പോൾ അതാ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ അതാ എല്ലാം മാറ്റി ഒരുങ്ങി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആധാർ കാർഡൊക്കെ കയ്യിലെടുത്തു, പക്ഷേ ഹെൽത്ത് കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നു പോയിട്ടോ. അവിടെ എത്തിയിട്ടാണ് ഓർമ്മ വന്നത്. പിന്നെ ആധാർ കാർഡ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല. അങ്ങനെ അതാ കുറച്ചധികം നേരത്തെ പോയതുകൊണ്ട് തന്നെ കടകളൊക്കെ തുറന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം ആശുപത്രി പോയിട്ട് OP ടിക്കറ്റ് എടുത്തേ. നേരത്തെ എത്തിയോണ്ട് തന്നെ OP ടിക്കറ്റ് എടുക്കുന്ന അവിടെയൊന്നും തിരക്കുണ്ടായില്ല. അതുപോലെ തന്നെ വേഗം ഡോക്ടറെയും കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടോ. അങ്ങനത്തെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി ഇരിക്കണേ. അപ്പോൾ കൺമണിക്കുട്ടിക്ക് ഇങ്ങനെ അധികം നേരം അടങ്ങിയിരിക്കുന്നില്ല. അവൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം. അപ്പോൾ ഏട്ടൻ അവളെ കൊണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടി പോയി. ഡോക്ടർ വരുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും തനിക്കുട്ടിയും കൂടി ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കണേ. അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ച് കഴിഞ്ഞ് തനിക്കുട്ടിക്ക് എഴുതി തന്ന മരുന്നൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇതാ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മരുന്നൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ മലബാറിലാണ് പോയത്. കാരണം എൻ്റെ പല്ലിൻ്റെ എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ 3 പല്ലിൻ്റെ എക്സ്റേ എടുക്കാനാണ് പറഞ്ഞത്. എക്സ്റേ ഒക്കെ എടുത്ത് ഒരു 5 മിനിറ്റ് അവിടെ കാത്ത് നിൽക്കേണ്ടതായിട്ട് വന്നേ. അപ്പോഴേക്കും കഥാ കൺമണിക്കുട്ടിക്ക് ആകെ ഇതായിരിക്കുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് അവളെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. അങ്ങനെ എക്സ്റേ ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു കയ്യോടെ അന്ന് തന്നെ കാണിക്കുക. ഇനി പിന്നൊരു ദിവസത്തേക്കായിട്ട് വരുന്നില്ല, കാരണം നല്ല രീതിയിൽ വേദന ഇപ്പം തന്നെ ഉണ്ട്. അങ്ങനെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ ജൂൺ 24 വരാനാണ് പറഞ്ഞിട്ടുള്ളത്. മരുന്നും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഡോക്ടറെ കാണിച്ചൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് തന്നെ രാവിലെ ഉണ്ടാക്കിയ കടിയൊന്നും ആരും അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മക്കൾക്കായാലും നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാം, കാരണം 10:30 ആയിട്ടുള്ളൂ, ചോറുന്നുണ്ട് സമയമായിട്ടില്ല. അപ്പോൾ ഉടുപ്പി ഹോട്ടലിൽ പോയിട്ട് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ അതാ ഉടുപ്പിക്ക് പോവാണ് കേട്ടോ. അത് അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും നെയ് റോസ്റ്റാണേ പറഞ്ഞത്. ഏട്ടന് മസാല ദോശയായിരുന്നു പറഞ്ഞത്. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. തനിക്കുട്ടി എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ സ്ലോ ആണ്. അവൾ മെല്ലെ ആസ്വദിച്ചിട്ട് ഭക്ഷണം കഴിക്കാറുള്ളൂ. വേഗം കഴിക്കുകയല്ല, എന്ത് കൊടുത്താലും കുറച്ച് സ്ലോ ആണ്. അങ്ങനെ ഞാനും കൺമണിക്കുട്ടി വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വേഗം പോയിട്ട് കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ടോ. അപ്പോഴും അവളത് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഏട്ടൻ അവളെ കൂടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കൺമണിക്കുട്ടി അതിലൂടെയൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ട്. ഞാൻ അവളെയും പിടിച്ചിട്ട് പുറത്തേക്ക് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടനും മോളും കൂടിയിട്ട് ബില്ലൊക്കെ കൊടുത്തിട്ട് വന്നേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ പോകണം. അപ്പോൾ പോകുന്ന വഴിയിൽ ചെറിയൊരു ഫാമുണ്ട്. അവിടെ കയറിയിട്ട് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ ദിവസമായി ഏട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ വീട് വെക്കുന്നതിന് മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ആ ഫ്രൂട്ട്സ് തൈയൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയുള്ള തൈകളും കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ മേടിക്കാതെ തിരിച്ചു വന്നു. ഇനി ഒരു ദിവസം അമ്പലവയലിൽ പോകണം എന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്ന വഴിയിൽ കാപ്പൻകൊല്ലി കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ ടൗണിലെത്തിയപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇന്നിവിടെ ഒരു സ്ത്രീയെ ആന ചവിട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാര്യയും ഭർത്താവും കൂടിയിട്ട് പോവുമായിരുന്നു. കള്ളാടിയിൽ വെച്ചിട്ടാണ് സംഭവിച്ചത്. ഞങ്ങൾ വയനാട്ടുകാർക്ക് ആകെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഈ ആനയും പുലിയൊക്കെ. എന്നാണാവോ ഇതിനൊക്കെ ഒരു മോചനം ഉണ്ടാവുക എന്ന് അറിയുന്നില്ല കേട്ടോ. കാരണം രാവിലെ ആയാലും രാത്രി ആയാലും ഇപ്പോൾ പോകാൻ വരെ പേടിയായി ഇരിക്കുന്ന അവസ്ഥയിലാണ്. കാരണം പകലാണ് ഈ ഒരു സംഭവം നടന്നത് തന്നെ. എന്താ ചെയ്യലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഉച്ചക്കത്തേക്കുള്ള മീനും മേടിച്ചു. തനിക്കുട്ടി പോകുമ്പോൾ മുതൽ പറയുന്നുണ്ട് ഐസ്ക്രീം വേണമെന്ന്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ തണുപ്പൊന്നും മേടിച്ച് കൊടുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം അവൾക്ക് കോണൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും ബായ്.